മദ്ഹ് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു നിരുപാധികം സ്വീകരിക്കുന്ന, കൂടുതൽ കണ്ടീഷൻസ് ഇല്ലാതെ അള്ളാഹു താല സ്വീകരിക്കുന്ന ഒരു അമലാണ്, ആരാധനയാണ് മദ്ഹ് എന്ന് പറയുന്നത്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലുന്നത്. കാരണം എല്ലാ ആരാധനകളെക്കാളും അള്ളാഹു താലാക്ക് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ് അവന്റെ ഹബീബിന്റെ മദ്ഹ് ചെയ്യുക, മദ്ഹ് പാടുക, മദ്ഹ് പറയുക എന്നതിന് തെളിവാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂൻ. അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന എന്ന് പറഞ്ഞാൽ അവര്, അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും മദ്ഹ് ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ അർത്ഥം അങ്ങനെയാണ്. സലഫ് സ്വാലിഹീങ്ങളിൽ പലരും പറഞ്ഞ അർത്ഥം അതാണ്. ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞ അർത്ഥം അതാണ്. ഇമാം ബൈളാവി പറഞ്ഞ അർത്ഥം അതാണ്. അള്ളാഹുവും അള്ളാഹുവിന്റെ മലായികത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നു. അള്ളാഹു മദ്ഹ് ചെയ്തു എന്ന് പറഞ്ഞത് അത് മലായികത്തിനെ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു താല മുത്തുനബിയെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. മുത്തുനബിയാണല്ലോ ആദ്യം പഠിച്ചത്. മുത്തുനബിയെ മാത്രം കേൾപ്പിച്ചുകൊണ്ട് മുത്തുനബിയുടെ മദ്ഹുകള് അള്ളാഹു തആല മലക്കുകളെ പടക്കുന്നതിന് മുമ്പ് തന്നെ, മലക്കുകൾ എന്നല്ല, മുത്തുനബി അല്ലാത്ത ഒരു സൃഷ്ടികയെ പടക്കുന്നതിന് മുമ്പ്, മറ്റേത് സൃഷ്ടിയെയും പടക്കുന്നതിന് മുമ്പ് മുത്തുനബിയെ പടച്ച ഉടൻ അള്ളാഹു തആല അള്ളാഹിന്റെ മദ്ഹ് ആദ്യം പറഞ്ഞു, പിന്നെ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞു.